ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ 2025 അവസാനിക്കാൻ. അപ്പോൾ നമ്മളൊരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ബാക്കിയൊന്നും മിണ്ടാതിരിക്കും, ഞാനൊരു വ്ളോഗ് എടുക്കട്ടെ. സമ്മതിക്കില്ല. അതാണ് ഈ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രകൃതി രമണീയമായ ശബ്ദങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് വരും. നല്ല കാറ്റിൻ്റെ ശബ്ദം, ഈ കാക്കയുടെ ഭയങ്കര ശബ്ദം കാരണം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്തായിരുന്നു, നമ്മുടെ 2025 ഒക്കെ തീരാറായി. ഇനി ആകെ 2 ഡേയ്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു 26 വരാൻ പോകുമ്പോൾ നമ്മളെല്ലാവരും അറിയാം, നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ എന്താ കുഞ്ഞ് 2026 എനിക്കറിയാം. അപ്പോൾ അവനിവിടെ നിന്ന് പറയുകയാണ് 2026 അമ്മ പറയൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ പറയും, എനിക്കൊരു പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കണം, ഞാൻ ഇന്ന ശീലങ്ങൾ കൊണ്ടുവരും, ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പലതും നമ്മൾ പറയും. പക്ഷേ എന്തെങ്കിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ പറയാം 1-ാം തീയതി ആവാൻ വേണ്ടി കാത്തിരിക്കുക, എൻ്റെ പുതിയ റെസൊല്യൂഷൻസൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടി. പക്ഷേ നമ്മളതൊന്നും ചെയ്യില്ല. അതിന് പകരം നമ്മൾ ആ 1-ാം തീയതി അറിയാം, തലേദിവസം ഫുൾ എൻജോയ്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് വിൽ ബി ഏറ്റവും വേസ്റ്റാക്കി നമ്മൾ എണ്ണിക്കുന്നത് ലേറ്റ്, എല്ലാം കൊണ്ടും താളം തെറ്റും. പിന്നെ നമ്മൾ പറയും 2-ാം തീയതി തൊട്ട് തുടങ്ങാം, ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ നടത്താൻ പറ്റും അല്ലേ? പറ്റും, പറ്റാതിരിക്കത്തൊന്നുമില്ല. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ ഹാവ് ടു ബി ലൈക്ക്, ഞാൻ എക്സസൈസൊക്കെ തുടങ്ങും 1-ാം തീയതി തൊട്ട്, ഞാൻ ജിമ്മിന് പോകും, ഞാൻ ഭയങ്കര ഡയറ്റിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ പറയും ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും, ഞാൻ ഇത്ര ബുക്ക് വായിക്കും, അത് ഇത് ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ. പക്ഷേ ഇതങ്ങോട്ട് പുറത്തേക്ക് റിഫ്ലക്റ്റ് ആവുന്നില്ല, അതൊരു ആക്ഷനായിട്ട് വരുന്നില്ല. സോ ഇതിനൊക്കെ നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല ഗൈസ്. എങ്ങനെ നമ്മളൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂട്ട് കോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കുറേ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ കേൾക്കും. അപ്പോൾ നമ്മൾ ആകെ അത് കേൾക്കുമ്പോൾ യെസ് ഞാൻ അതുപോലെ ചെയ്യണം, എനിക്ക് പറ്റും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും എന്നൊക്കെ രീതിയിൽ നമ്മൾ കുറേ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യും. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ മൊമെൻറ്റിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവും. പിന്നെ അപ്പോഴത്തേക്കും നെക്സ്റ്റ് വീണ്ടും ചങ്കരൻ തെങ്ങേ തന്നെ എന്നുള്ള രീതിയിൽ വി വിൽ ബി ബാക്ക് ടു സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് പോസിറ്റീവായിരിക്കാനും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മൊമെൻറ്റിൽ ജീവിക്കണം, യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദ പാസ്റ്റ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണം, ഇതൊക്കെ പറയാം, പ്രീച്ച് ചെയ്യും. പക്ഷേ നമുക്ക് അത് കേൾക്കും, പക്ഷേ നമുക്ക് അങ്ങോട്ട് ആക്ഷനിൽ വരുത്താൻ പറ്റാത്തത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് യു, നമ്മുടെ ഒരു ഇത് കാരണമല്ല, ബിക്കോസ് ഓഫ് ദ റൂട്ട് കോസ് ഉണ്ട്. നമ്മൾ ആ റൂട്ട് കോസിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ആ റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ റൂട്ട് കോസ് ഇസ് ദ നെഗറ്റീവ് എനർജി. ആ ഒരു എക്സ്റ്റേണൽ നെഗറ്റീവിൻ്റെ ഇത് കാരണമാണ്, നമ്മുടെ റൂട്ട് കോസ് കാരണമാണ് വി ആർ അണേബിൾ ടു ഡു ദ ആക്ഷൻ. നമുക്കത് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നതും ഒക്കെ എല്ലാത്തിനും ഒരു പേടി, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. എല്ലാത്തിനെയും നമ്മൾ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും? വി ഹാവ് ലോഡ് ഓഫ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, മാനസികമായിട്ടുള്ള പ്രശ്നം, ഹെൽത്ത് വൈസ് പ്രശ്നം, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ലൈക്ക് വി ആർ സ്റ്റക്ക് ആൻഡ് വി വോണ്ട് ബി ഏബിൾ ടു ഡു ഫർദർ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ അല്ലേ. അപ്പം നമ്മളിപ്പം ആ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോവുക, എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയാത്തൊരവസ്ഥ. ഇതൊക്കെ മെയിൻ കാരണം ഈ റൂട്ട് കോസ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു, ഞാൻ പറഞ്ഞില്ലേ, വി വിൽ ബി ഏബിൾ ടു ഫൈറ്റ്. ആ ഒരു എന്ത് തന്നെ ആവട്ടെ, നമ്മുടെ മുന്നിൽ എന്ത് തന്നെ വലിയ പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്ന് നിന്നാലും നമുക്കതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു പവർ ഇന്നർ നമുക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസായിട്ട് ഞാൻ പറഞ്ഞ റൂട്ട് കോസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ, നമ്മളെ കൊണ്ടത് പറ്റും. വി വിൽ ബി ഏബിൾ ടു ഡു വാട്ട് എവർ. ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടു, അപ്പോൾ അത് നമുക്ക് ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുക്ക് ഇങ്ങനെ വായിച്ച് പോവല്ലാതെ നമ്മളതൊന്നും വി ആർ നോട്ട് ലൈക്ക് ആ മൊമെൻറ്റ് അത് വായിച്ചു, പക്ഷേ ആരെങ്കിലും അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത് വളരെ കുറവാണ്, ചുരുക്കമാണ്. വി ജസ്റ്റ് റീഡ് എൻ നമ്പർ ഓഫ് ബുക്സ്, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ എവിടെയെങ്കിലും നമുക്ക് വി ആർ ഫീലിംഗ് ലൈക്ക് ഈ ഒരു ലൈൻ അടിപൊളിയായിട്ടുണ്ട്, അത് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതൊരു ആക്ഷനായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിടെയാണ് സക്സസ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സബ് കോൺഷ്യസിന് തോന്നുന്നു എനിക്കിങ്ങനെ ചെയ്യണം, എനിക്ക് അത് ചെയ്യണം, ഐ ഹാവ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ആ മുന്നിലേക്ക് പോകാനുള്ള ഒരു ധൈര്യം, ആ ഒരു പിൻവലി ഉണ്ടല്ലോ, അതൊക്കെ മാറ്റണമെങ്കിൽ ഈ റൂട്ട് കോസ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഫേസ് ചെയ്യാം. നമ്മുടെ മുന്നിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ വി വിൽ ബി ഏബിൾ ടു ഫൈറ്റ്. നമുക്കത് നേരിടാനുള്ള ആ കോൺഫിഡൻസ് വരും. നമ്മൾ മോർ ഫിയർലെസ് ആവും എല്ലാത്തിനും. ആൻഡ് ഈവൻ ഇപ്പം ഞാൻ കണ്ടില്ലേ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഇതുപോലെ നമുക്ക് ആസ്വദിക്കാൻ തോന്നും. വി ഡോണ്ട് ഫീൽ ലൈക്ക് ഒരു വളരെ എന്താ പറയുക ശാന്തത വി വിൽ ഫീൽ ഇഫ് വി ഹാവ് തൗസൻഡ്സ് ഓഫ് ഹേർഡിൽസ് ഫ്രണ്ട്. അതുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. ആൻഡ് അവർ പാത്ത് വിൽ ബി വെരി കൂൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, സ്പിരിച്വാലിറ്റി ഷുഡ് ബി ലൈക്ക് എൻ അംബ്രല്ല. അപ്പോൾ നമ്മൾ അവിടെ വളരെ പവർഫുൾ ആണെങ്കിൽ നമുക്ക് മുന്നിലുള്ള എല്ലാം വളരെ കൂളായിട്ട് വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ്. പിന്നെ നമ്മൾ പറയുന്ന പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റും. നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കില്ല. അബൌട്ട് ദ ഫ്യൂച്ചർ എന്താണ് ആങ്സൈറ്റി ഉണ്ടാവില്ല. വിൽ ബി ലൈക്ക് വെരി കൂൾ. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാൻ തീരുമാനിക്കാനുള്ളത് നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോവും. ആൻഡ് വാട്ട് യു ഫിൽ മാനിഫെസ്റ്റേഷൻ ആൾക്കാർ ഈ പറയുന്നത് നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ വേണ്ടത് വി ഹാവ് ടു റിമൂവ് ദാറ്റ് നെഗറ്റീവ് എനർജി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ റൂട്ട് കോസിനെയാണ് നമ്മളെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റെസൊല്യൂഷനും എടുക്കാം. യു ക്യാൻ ബി മോർ പോസിറ്റീവ്. പിന്നെ നിങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു കരുത്തുണ്ടാവും. അല്ലെങ്കിൽ വെൻ യു അറ്റൻഡ് കൗൺസിലിംഗ് ഓർ വെൻ യു അറ്റൻഡ് മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ അടുത്ത് പോയിട്ട് അത് കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അത് നമ്മുടെ ലൈഫിലേക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനും ഒക്കെ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റൂട്ട് കോസ് മാറ്റുക. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ ഈ വർഷം അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വർഷവും സൂപ്പറായിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പം വീണ്ടും അടുത്ത വർഷം കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ.